നമസ്കാരം. കേരളത്തിലെ മാറി മാറി വരുന്ന മുന്നണി ഭരണങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു മഹാഭൂരിപക്ഷമുണ്ട്. സാമൂഹ്യനീതിയും സമത്വവും നിഷേധിക്കപ്പെട്ട അത്തരം ജീവിതങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ഇത് പാലക്കാട് ജില്ലയുടെ കാഴ്ചകളാണ്. ഈ കാഴ്ചകൾക്കൊടുവിൽ നീതി നിഷേധങ്ങളെ വിലയിരുത്തേണ്ടതും നമ്മളാണ്. നിരവധി അധിനിവേശങ്ങളുടെ ചരിത്രമുറങ്ങുന്ന നാടാണ് പാലക്കാട്. അതിപ്രാചീനമായ ചരിത്ര പശ്ചാത്തലമുള്ള പാലക്കാട് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല കൂടിയാണ്. കൃഷിയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും നാടായ പാലക്കാടിന് സാക്ഷരതാ നിലവാരത്തിൽ 13ാം സ്ഥാനമാണുള്ളത്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വരച്ചിട്ട പാലക്കാട് ജില്ലയുടെ സ്വപ്നഭൂമികയിൽ തന്നെയാണ് ആദിവാസികളുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള അട്ടപ്പാടിയും ജൈവ വൈവിധ്യമുള്ള സൈലന്റ് വാലിയുമെല്ലാം മറ്റൊരു കാഴ്ചയുമായി മറഞ്ഞിരിക്കുന്നത്. കാലത്തിൻ്റെ വേഗത്തിനൊപ്പം നടക്കാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും പിന്നിലായി പോകുന്ന പാലക്കാട് ജില്ലയുടെ യാഥാർത്ഥ്യങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. അവഗണനയുടെ തുരുത്തിലിരുന്ന് ഭരണവർഗത്തിന്റെ തുറക്കാത്ത കണ്ണുകളിലേക്ക് നോക്കി ആയുസ്സു തീർക്കുന്ന കുറേ ജീവിതങ്ങൾ ഈ യാത്രയിൽ നമ്മുടെ രാഷ്ട്രീയമായ ഊറ്റം കൊള്ളലുകളെ ഇല്ലാതാക്കിക്കളയും. മണ്ണും മനുഷ്യനും പ്രകൃതിയും ഒരേപോലെ ആശങ്കപ്പെടുന്ന ഇത്തരം കാഴ്ചകൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളെ പ്രകമ്പനം കൊള്ളിക്കാത്തത് എന്താണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. മണ്ണും മനുഷ്യനും തമ്മിലുള്ള കാലാതീതമായ സൗഹാർദ്ദമാണ് പാലക്കാടിനെ കേരളത്തിന്റെ നെല്ലറ എന്ന വിശേഷണത്തിലേക്ക് എത്തിച്ചത്. സാമൂഹികമായ ഏറ്റക്കുറച്ചിലുകൾക്കും അപ്പുറം കാർഷിക വൃത്തി ഒന്നാക്കി നിർത്തിയ ഒരു ജനതയെയാണ് പാലക്കാടിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുക. പൊതുവെ വരണ്ട പ്രദേശമായ പാലക്കാടിന്റെ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വരണ്ടുപോയ നിരവധി കർഷകരുടെ വിലാപങ്ങൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. കുറേ കൊല്ലമായി നെല്ലിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട സഹായങ്ങൾ ലഭിക്കാത്തത് കാരണം വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. കാലാകാലങ്ങളിൽ ഗവൺമെൻറ് നെൽകൃഷിക്കാരെ സഹായിക്കാമെന്ന് പറഞ്ഞ് 100 കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും നിയമസഭയിലൊക്കെ പറയുന്നുള്ളത് കവിഞ്ഞ് ഒരു കാര്യവും നെൽകൃഷിക്കാരായ ഞങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വർഷം തോറും താങ്ങുവില പ്രഖ്യാപനം നടത്തും. 19 രൂപ ഒരു 3 കൊല്ലമായി 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ 19 രൂപ തന്നുകൊണ്ടിരിക്കുന്നത്. നെല്ലളന്ന് 3 മാസം കഴിഞ്ഞാലും കിട്ടാത്തൊരവസ്ഥ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 19 നിന്നും 21 എന്നൊരു പ്രഖ്യാപനം ഇലക്ഷൻ കാലഘട്ടത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാലത്ത് തന്നെ ഇറക്കുകയും ഇന്ന് വരെയും ആ 19 1 രൂപ കൂടുതൽ തരില്ല എന്ന് സിവിൽ സപ്ലൈസ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. മാറി മാറി വരുന്ന സർക്കാരുകളുടെ മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കൃഷിയിറക്കാൻ പാടുപെടുന്നവന്റെ ജീവിതം നിലനിർത്തേണ്ട ബാധ്യത ആരുടെയാണെന്ന ചോദ്യം ഇവിടെയും ബാക്കിയാണ്. പാരമ്പര്യമായി കൃഷി ചെയ്തു പോന്ന കൃഷിഭൂമികളിൽ പലതും ഇന്ന് കർഷകന്റെ കാൽസ്പർശമേൽക്കാതെ അനാഥമായി കിടക്കുകയാണ്. ആവർത്തിക്കപ്പെടുന്ന നഷ്ടങ്ങളാൽ വീണ്ടും കൃഷിയിറക്കാൻ ധൈര്യപ്പെടാതെ പ്രധാന കർഷകർ മറ്റു മേഖലകളിലേക്ക് തിരിയുമ്പോൾ ദുരിതത്തിലാകുന്ന മറ്റൊരു വിഭാഗവും ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട്. റേഷൻ അരിയൊന്നുമില്ല. നമുക്ക് ആകെ രണ്ട് പേർക്കും കൂടി ഒട്ടിയിൽ അരിയുള്ളൂ. എന്താ ചെയ്യാന്നുള്ളത് ഒരു പിടിയില്ല. നമുക്ക് ഓരോരോ കാര്യങ്ങൾ സൂര്യണ്ടൊക്കെ വന്നിട്ട് ഒരാൾ 2 വയ്ക്കാനും വന്ന് നോക്കിയിട്ട് പോകുകയല്ലാണ്ട് നമുക്ക് ഒരു ഒട്ടിയിൽ അരി എത്ര മാസം കഴിയും? ഒരാൾ സമ്പാദിച്ചിട്ട് വന്നിട്ട് പണിയുമില്ല, ആരും തരുന്നുമില്ല, പണിക്ക് വിളിക്കുന്നുമില്ല, കൊയ്ത്തടക്കമില്ല. കേരളത്തിന്റെ നെല്ലറയായി പാലക്കാടിനെ മാറ്റിയ കുറേ ജീവിതങ്ങൾ സർക്കാർ നിലപാടുകളോട് പൊരുതാനാകാതെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഉരുകിത്തീരുന്നുണ്ട്. കൃഷി പടിയിറങ്ങിപ്പോയ കൃഷിഭൂമികൾ ഓരോ വർഷം കഴിയുന്തോറും പെരുകുന്നത് ഇവരുടെ പ്രതീക്ഷകളെ തന്നെ കരിച്ചു കളഞ്ഞിരിക്കുന്നു. കൃഷിയെന്ന ജീവിത ഉപാധിക്കൊപ്പം പ്രായവും രോഗവും അനിശ്ചിതത്വമായി തുടരുമ്പോൾ തങ്ങളെ അവഗണിക്കുന്ന ഭരണകർത്താക്കളെ ഇവർക്കെങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഞങ്ങൾക്ക് അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് എത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇനി ഇവിടെ പഞ്ചയും പാടൊന്നും ഇല്ലാണ്ടാക്കാൻ ജീവിക്കാനും പറ്റില്ല. വോട്ട് കേട്ട് ആൾക്കാർ വരും, വോട്ട് കൊടുക്കും. ആര് ജയിച്ചാലും ഞങ്ങൾ ആരിൻ്റെ പിന്നാലെ നടക്കണ്. ഞങ്ങളുടെ കഷ്ടങ്ങളൊക്കെ തീർക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒക്കെ കിട്ടണം. വെള്ളമില്ല പറഞ്ഞാൽ ഈ പ്രാവശ്യം പഞ്ച ഉണ്ടാവില്ല. ഇട്ടിട്ട് തന്നെ ജീവിക്കണ്. വീട്ടിലാണെങ്കിൽ മക്കൾക്കും പാവം പോലെ പണികളൊന്നും ഇല്ലാണ്ട് മക്കളും വട്ടത്തിരിയുണ്ട്. ഒരാൾ കൊണ്ടുപോയിട്ട് കഴിയുന്നുണ്ട്. അത് കൊണ്ടുപോണ കൂലി കൊണ്ട് ഒന്നിനും പറ്റില്ല. വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും നൽകാനില്ലാത്ത സർക്കാരുകൾ കൃഷിയെ കൂടുതൽ ആശ്രയിക്കുന്ന പാലക്കാടൻ ജനതയുടെ സ്വത്വബോധത്തെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാർഷിക പാരമ്പര്യം മറന്ന് കർഷകരിൽ ചിലർ കൃഷിഭൂമി നികത്തി വിൽക്കാൻ മുന്നോട്ടിറങ്ങുന്നതും
ഇരുൾ വീഴുന്ന ഭാവിയെ പേടിച്ചു തന്നെയാണ്. 1980 കാനേഷുമാരി കണക്കുകൾ പ്രകാരം അട്ടപ്പാടിയുടെ ജനസംഖ്യയിൽ 90% ആദിവാസി വിഭാഗങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് അട്ടപ്പാടിയുടെ ജനസംഖ്യയിൽ ആദിവാസികളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യയിൽ മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആദിവാസി സമൂഹം പുറകോട്ടു പോയിരിക്കുന്നു. സ്വന്തമായി നിയമപ്രകാരം ഭൂമിയുള്ളപ്പോഴും അഭയാർത്ഥികളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ചില ആദിവാസി ജീവിതങ്ങൾ ഇപ്പോഴും അട്ടപ്പാടിയിലുണ്ട്. വൻകിട കമ്പനികൾ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് കൈവശപ്പെടുത്തിയ ഷോളയൂരിലെ ഈ ആദിവാസി ഭൂമികൾ അധികാര ദുരുപയോഗത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. അധികാരികളുടെ ഒത്താശയോടെ ആദിവാസികളുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന ഇത്തരം കയ്യേറ്റങ്ങൾ എന്തുകൊണ്ടാണ് ആദർശധീരന്മാർ കാണാതെ പോകുന്നത്? ബയോഡീസൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ജട്രോഫ കൃഷി ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ആദ്യമേ കുറേ ആളുകൾ ഭൂമി ഏജന്റുമാർ വരികയും അവരോട് അതിനുള്ള സമ്മതം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് അട്ടപ്പാടിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഇത്തരത്തിൽ കരാറുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നപ്പോൾ കാറ്റിൻ്റെ ഗതി അളക്കുന്നതിൻ്റെ ഭാഗമായി എത്ര കാറ്റ് കിട്ടുമെന്ന് പറയുന്നതിന് ടെസ്റ്റ് രൂപത്തിൽ ഈ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥാപനം ഉയർത്തി വന്നത്. ഇങ്ങനെ ചെയ്തതിന് മാസം 7000 രൂപയോളം ആ ആദിവാസി കുടുംബത്തിന് അവർ കൊടുത്തിരുന്നു കരാർ അടിസ്ഥാനത്തിൽ. മറ്റ് ഭൂമികളിലും ഇതുപോലെയുള്ള ടെസ്റ്റാണ് വെക്കുന്നത് എന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുകയും പണം കൊടുക്കുകയും ചെയ്തു. അത് ബാങ്കിലൂടെ, സ്റ്റേറ്റ് ബാങ്കിലൂടെയൊക്കെ ചെക്ക് രൂപത്തിലാണ് മാറിയിട്ടുള്ളത്. പിന്നീടാണ് ഈ വലിയ ഫാനുകൾ വരുന്നതും റോഡ് വെട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്ക് തന്നെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായുള്ള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി AK ബാലനൊക്കെയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഭാവികമായും ആദിവാസികൾ ഇതൊരു ഗവൺമെന്റ് പദ്ധതിയാണ് എന്നുള്ള അതിലേക്ക് എത്തി. ഇതിനെല്ലാം ആളുകളെ സ്വരൂപിക്കുന്നതിനും ഈ പദ്ധതി നടപ്പിലാക്കുന്നതും ആളുകളെ വിളിച്ചുകൂട്ടിയതെല്ലാം പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയുടെ ഭാഗമായി അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന അകാട്സ് എന്ന് പറയുന്ന സൊസൈറ്റിയുടെ പ്രവർത്തകരാണ് ഇതെല്ലാം ചെയ്തത്. LDF ഗവൺമെന്റിന്റെ അവസാന വർഷം ആകുമ്പോഴാണ് പിന്നീടാണ് ഇത് കൃത്രിമ രേഖയുണ്ടാക്കിയിട്ടാണ് ഈ ഭൂമി വിൽപ്പന തട്ടിയെടുത്തിരിക്കണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അതിൻ്റെ അന്വേഷണവുമായി ഈ ഭൂമി ആരെല്ലാമാണ് വാങ്ങിയിരിക്കുന്നത്, എത്രയാണെന്ന് അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന സർവേ നമ്പറിൽ 1275 എന്ന് പറയുന്ന സർവേ നമ്പറിൽ ആകെ ഉള്ളത് 224 ഏക്കർ ഭൂമി മാത്രമാണ്. അതിൽ 50ഓളം ഏക്കർ ഭൂമി വനഭൂമിയായി മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ വരുന്ന 182ഓളം ഏക്കർ ഭൂമിയാണ് റവന്യൂ ആയിട്ടുള്ളത്. ഈ റവന്യൂ ഭൂമിക്ക് തന്നെ ഈ ആദിവാസികളുടെ പേരിൽ ആണ് അതിൻ്റെ നികുതി റെസീറ്റും കൈവശ സർട്ടിഫിക്കറ്റും സോയിൽ കൺസർവേഷൻ്റെ എല്ലാ രേഖകളും ഉള്ളത്. വനഭൂമിയും ആദിവാസി ഭൂമിയും വിൽപ്പന നടത്താനോ കൈമാറ്റം ചെയ്യാനോ കയ്യേറ്റം ചെയ്യാനോ ഇന്ന് നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സർവേ നമ്പറിൽ 1 സെന്റ് ഭൂമി പോലും വേറെ ഒരാൾക്ക് കൈവശപ്പെടുത്താനോ വിൽപ്പന നടത്താനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ സർവേ നമ്പറിൽ മാത്രം 600-ലധികം ഏക്കർ ഭൂമിക്ക് വ്യാജ ഡോക്യുമെന്റുകൾ ഉണ്ടാവുകയും ഈ കാറ്റാടി കമ്പനിയുടെ കയ്യിൽ തന്നെ ഈ നമ്പറിൽ 100-ലധികം ഏക്കർ ഭൂമി എത്തിച്ചേരുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ അട്ടപ്പാടിയിൽ വ്യാപകമായി പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായി അറിഞ്ഞിട്ടും അന്വേഷണം നടത്തി കണ്ടെത്തിയിട്ടും ചീഫ് സെക്രട്ടറി അടിസ്ഥാനത്തിൽ കേരള ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഈ ഭൂമാഫിയ സംഘങ്ങൾക്കെതിരെ ഒരു നടപടിയും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ഭൂമികൾ വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുക്കാൻ ഈ വൻ ഭൂമാഫിയ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു. കോട്ടത്തറ വില്ലേജിലെ 1275 സർവേ പ്രകാരമുള്ള ഈ ഭൂമിയിൽ 11 കാറ്റാടി യന്ത്രങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആദിവാസിയുടെ ഭൂമി കൈമാറ്റം ചെയ്യുവാനോ വിൽക്കുവാനോ സാധിക്കില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിയുടെ മാറിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാനം പിടിച്ചത്? അട്ടപ്പാടിയിലെ ഈ കാറ്റാടി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിഷയം ഉയർന്നു വരികയും ചീഫ് സെക്രട്ടറി അന്വേഷണം നടത്തുകയും എല്ലാം നടക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആദിവാസികളെ സോണിയാഗാന്ധിയെ കാണിക്കാനെന്നും പറഞ്ഞ് KPCC കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും KPCCയുടെ ചെലവിൽ തന്നെ ഡൽഹിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ കൊണ്ടുപോയി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കണ്ടു, പടമെല്ലാം എടുത്തു, പത്രങ്ങളെല്ലാം വന്നു. ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചുകൊള്ളാം, ഇനിയിപ്പോൾ ഇതിൽ ആരും ഒന്ന് കൂടുതൽ ബേജാറാകേണ്ടതില്ല എന്നും പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി അട്ടപ്പാടിയിലേക്ക് വന്നതിന് ശേഷം അതിൽ അന്ന് പോയിരുന്ന പ്രായമായ പൊന്നി എന്ന് പറഞ്ഞ ഒരു ആദിവാസി അമ്മ നാളെ ഈ പ്രശ്നം പരിഹരിക്കും, 2 ദിവസത്തിൽ പരിഹരിക്കും, അവരുടെ ഭൂമിയിലിരിക്കുന്ന ഈ കാറ്റാടിക്ക് പൈസ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പോലീസ് സ്റ്റേഷനിലൂടെ നിരന്തരം നടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഏറ്റവും അവസാനം പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിൽക്കുന്ന വേലിയിലാണ് ഒരു ദിവസം ഈ അമ്മ മരിച്ചു കിടക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടത്. ഒരു നടപടിയോ ഒരു അന്വേഷണമോ ആ ഭാഗത്തുണ്ടായില്ല.
മറ്റത് കക്കി എന്ന് പറയുന്ന ഒരു മൂപ്പൻ ബോധം കെട്ട് തളർന്ന് റോട്ടിൽ വീണു മരിച്ചു. യാതൊരുവിധ നടപടിയുമില്ല. ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇന്ന ആദിവാസികളുടെ ഭൂമിയിലാണ്, അവരുടേതാണ് ഈ കാറ്റാടി നിൽക്കുന്ന സ്ഥലം എന്ന് കൃത്യമായി പറഞ്ഞ അതേ ആളുകളെ ഡൽഹിയിൽ കൊണ്ടുപോവുകയും തിരിച്ചു വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി ഈ ആളുകൾ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും നാളെ ഒരു അവകാശം പറയാൻ പോലും ആദിവാസി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇവരെ കൊന്നൊടുക്കുന്ന വൻ നീചമായ ഒരു പ്രവൃത്തി ഇവിടെ നടന്നിട്ടുണ്ട്. ഈ തുടർന്നും അത് തന്നെയാണ് അട്ടപ്പാടിയിൽ നടക്കാൻ പോകുന്നത്. ഭൂമിയുടെ അവകാശികളായ ആദിവാസികളെ ഇല്ലാതാക്കുന്ന സർക്കാർ ഒത്താശയോടെയുള്ള വലിയൊരു കൂട്ടായ്മയാണ് ഷോളയൂരിൽ സംഭവിച്ചിരിക്കുന്നത്. വിവാദത്തിൽപ്പെട്ടുകിടക്കുന്ന ഈ ഭൂമിയിലേക്ക് അനധികൃതമായി കൊണ്ടുവരുന്ന കറണ്ട് അധികാരസ്ഥാനങ്ങളിലുള്ളവരുടെ മനസ്സറിവിന് വലിയൊരു ഉദാഹരണമാണ്. നിയമങ്ങൾ തെറ്റിച്ച് മണ്ണിനടിയിലൂടെ കറണ്ട് കൊണ്ടുപോകുന്ന ഈ സംവിധാനം നിലനിർത്തണമെങ്കിൽ സർക്കാർ സഹായത്തോടെ മാത്രമേ സാധിക്കൂ. ഏത് ഭൂമാഫിയ സംഘങ്ങൾക്കും പിന്നെ ഈ ഗവൺമെന്റിനെ വിലക്കെടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ഈ നിൽക്കുന്ന വൈദ്യുതി വേലി. ഇത് സോളാർ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് 1275 സർവേ നമ്പറിൽ വിവാദപരമായിട്ടുള്ള ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ ഇത് ആദിവാസി ഭൂമിയാണെന്നും കേസ് നിലനിൽക്കുമ്പോഴും ഒരു ഫൈനൽ തീരുമാനമാകാതെ ഗവൺമെന്റ് നിൽക്കുമ്പോൾ തന്നെയാണ് ഇതേ ഭൂമാഫിയകൾ ഇതേ ഭൂമിയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചുകൊണ്ട് KSEBിയിൽ നിന്ന് തനിച്ച് കറണ്ട് എടുത്തുകൊണ്ട് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് മാർച്ച് നടത്തിയപ്പോൾ ഈ വേലിയില്ല, ഇത്തരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളില്ല. അവർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെന്റിനെ വിലക്ക് ഈ മാഫിയ സംഘങ്ങൾ എടുത്തതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതേ സർവേ നമ്പറിൽ ഇതേ സ്ഥലത്ത് അന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള അതേ ഭൂമാഫിയകൾക്ക് വേലി കെട്ടാനും സുരക്ഷിതമായി ഇവിടെ പോകാൻ റോഡ് വെട്ടാനും വൈദ്യുതി കണക്ഷൻ എടുക്കാനും കഴിഞ്ഞിരിക്കുന്നത്. പാരമ്പര്യ കൃഷിയും പശുവളർത്തലുമൊക്കെയായി അവനവനിൽ ജീവിക്കുന്ന ആദിവാസികളും ഇവിടെയുണ്ട്. സ്വന്തം ഭൂമി കൃത്രിമരേഖകളിലൂടെ മറ്റുള്ളവർ കൈവശമാക്കുന്നതോ അധികാരം സ്ഥാപിക്കുന്നതോ ഇവർ അറിയുന്നില്ല. കൃഷി ചെയ്യാനാവാത്തതിനാൽ കന്നുകാലികളെ വളർത്തിയും ദൈനംദിന ചെലവുകൾക്ക് കൂലിപ്പണിയെടുത്തും അവരങ്ങനെ കാലം കഴിക്കുകയാണ്. സ്വയം നഷ്ടപ്പെടുമ്പോഴും നിശബ്ദരായിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അധികാരം കൈയാളുന്നവനോടുള്ള ഭയമല്ലെങ്കിൽ പിന്നെ എന്താണ്? സ്വന്തം മണ്ണിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കപ്പെട്ടപ്പോൾ ഭയമില്ലാതെ ജീവിതത്തെ നേരിട്ടയാളാണ് രാജമ്മ നഞ്ചപ്പ എന്ന ഈ ആദിവാസി സ്ത്രീ. തൻ്റെ ഇളയ മകനൊപ്പം രാജമ്മ ജീവിക്കുന്നതും കാറ്റാടിയന്ത്രങ്ങളുടെ നിഴൽ വീണ ഈ ഭൂമിയിൽ തന്നെയാണ്. കയ്യേറ്റക്കാർ ഉപേക്ഷിച്ചുപോയ പണിതീരാത്ത വീട് ഇന്നവരുടെ ദുരിതങ്ങളുടെ ഭൂപടം കൂടിയാണ്. ഏതു കാറ്റിലും പറന്നകലാവുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ പട്ടിണിയുമായി ജീവിക്കുന്ന ഇവരുടെ ജീവിത രാഷ്ട്രീയത്തിന് മാറി മാറി വരുന്ന മുന്നണികൾ എന്തു പേരാണ് നൽകുക? കറണ്ടില്ലാത്ത ഈ വീട്ടിൽ മകന്റെ കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ച് കൊഞ്ഞനം കുത്തുന്ന കാലത്തോട് ഈ വാർദ്ധക്യത്തിലും നഞ്ചമ്മ സമരത്തിലാണ്. എനിക്കോ റീജല രസീറ്റ് തരകാക്കോ പട്ടാവ് തരകാനോ ഒരു ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഈ ഓട്ടയും കുറിച്ചില്ലേ വെച്ചിട്ട് ഈ മക്കളെ വെച്ചിട്ട് ഈ കൊട്ടുക മഴയത് അടിക്ക കാറ്റിരി എതുക്കായിട്ട് ഇയാള ഭൂമിക്കായിട്ട് വന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അലൂല പట్టుకొని ഇങ്ങനെ സിനിമപ്പെടുകയാണ്. ഒരു ഗവൺമെന്റിക്ക് ഞാൻ മനസ്സേസ്യ 10 കൊല്ലം ആകാൻ പോകുന്നു. വന്നിട്ട് ഇത്തിരി ഈ തള്ളേക്ക് ഇത്തിരി വീട് പണിത് തരാന് ഗവൺമെന്റിക്ക് നാം ചലിക ചെയ്ത് കൊണ്ടിരിക്കേമു. പിന്നെ അപ്പൊ ആര് വെച്ച് എപ്പോഴെപ്പോഴും നെന്നാകാനില്ല. തിരിഞ്ഞു നോക്കാൻ പോലെ ഇത് ആളില്ലേ. വോട്ടുക്ക് മാത്രം അത് എല്ലാവരും വരവേറെ വോട്ട് വാങ്ങൂ, സന്തോഷமான വാർത്ത കിടക്കൂ. അപ്പൊ അപ്പോൾ പോയിനാ അത് തന്നെ. കയ്യേറ്റക്കാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞുകിടക്കുന്ന ഈ വഴികളിലേക്ക് വോട്ട് തേടിയല്ലാതെ ആരും വരാറില്ല. കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അധികാരികളോടും അവർ വളച്ചൊടിക്കുന്ന നിയമങ്ങളോടും അവസാന ശ്വാസം വരെ ഒറ്റയ്ക്ക് പൊരുതാനാണ് വിധവ കൂടിയായ ഈ ആദിവാസി വൃദ്ധയുടെ തീരുമാനം. വിധവകളായ കുറേ ആദിവാസി സ്ത്രീകളുടെ വിലാപങ്ങളാണ് അട്ടപ്പാടിയിലെ കൂക്കുംപാളയം ഊരിനെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വളരെ പെട്ടെന്ന് കുടിയിറക്കപ്പെട്ട ഇവരുടെ കരച്ചിലുകളിൽ മാറുന്ന ആദിവാസി സമൂഹത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. നിലനിൽപ്പിന്റെ രാഷ്ട്രീയം മറന്ന് മദ്യത്തിന്റെ വഴികളിൽ ജീവിതം ഹോമിച്ച നിരവധി ചെറുപ്പക്കാരുടെ കഥകൾ ഈ ഊര് നമുക്ക് പറഞ്ഞു തരും. യാഥാർത്ഥ്യങ്ങളെ മറച്ച് മദ്യനിരോധനത്തിന്റെ പൊയ്ക്കാലുകളിൽ ഭരണവർഗങ്ങൾ നൃത്തം ചവിട്ടുമ്പോൾ ഈ ഊരുകളിലെ കണ്ണീരുകൾ ഒരിക്കലും തോരുകയില്ല. അട്ടപ്പാടി ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമല്ല, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരേ വഴിയുള്ളൂ. ഞങ്ങൾ കഞ്ചാവ് കൃഷി ഇട്ടിട്ട് ഞങ്ങൾ ഇനി ജീവിച്ചു പോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് അർഹതയുള്ള പെൻഷൻ കിട്ടുന്നില്ല. അതെവിടെ പോയി?
ഈ 2015 ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടേ ഇല്ല. അതന്നെ ഞങ്ങൾക്ക് ആകെ ഉള്ളതിന് ഒരു വരുമാനം ഉള്ളൂ. ആണുങ്ങളില്ല, ആണുങ്ങളിതാ എല്ലാം പോയി. അവരൊക്കെ ടിക്കറ്റ് വെട്ടി അവരൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പൊ ഇതിൽ ഗതികളുടെ പെണ്ണുകൾ മാത്രമേ ഉള്ളൂ. തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിന് ഇനി എത്ര നാൾ മുന്നോട്ടു പോകാനാകും? നിരന്തരമായ തിരിച്ചടികളിലൂടെ ഉൾവലിയാൻ പഠിച്ച ഇവരുടെ മനസ്സിലേക്കും കോടമഞ്ഞുപോലെ ഇരുൾ നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. അട്ടപ്പാടിയിലെ മൊട്ടക്കുന്നുകളിൽ പ്രതീക്ഷയുടെ പച്ചപ്പ് പടർത്തിയ അഹാഡ്സ് ഒരു പഴംകഥയായതും ഈ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർത്തു കളഞ്ഞിട്ടുണ്ട്. പദ്ധതികൾ ഒരുപാട് വന്നിട്ടും ഇപ്പോഴും കൂക്കുംപാളയം ഊരിലെ ആദിവാസികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെളിമ്പ്രദേശങ്ങളെ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട്. സർക്കാർ ഒന്നിടവിട്ട് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും അവരുടെ ജീവിതം മൃഗതുല്യമായി തന്നെ തുടരുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മയുടെ രൂക്ഷതയും ഭാവിയുടെ അനിശ്ചിതത്വവും ആദിവാസി യുവജനങ്ങളെ ഇപ്പോൾ വഴിവിട്ട പ്രവർത്തനങ്ങളിലേക്കാണ് കൂടുതലും നയിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന കടമ്പ ചാടിക്കടക്കുന്നവർക്ക് പോലും നല്ലൊരു ജോലി വിദൂര സ്വപ്നം മാത്രമാണ്. മക്കളെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളുമായി ഇല്ലായ്മകളോട് പൊരുതുന്നവരും ഈ ഊരുകളിൽ ജീവിക്കുന്നുണ്ട്. ബാങ്കിൽ ലോൺ കിട്ടുമെന്ന് ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പരാതി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഇങ്ങനെ കുട്ടികൾ പഠിച്ചതിന് ലോൺ കിട്ടുമെന്നും പറഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ മുഴുവനൊക്കെ അന്വേഷിച്ച് നോക്കി, ഞങ്ങൾക്ക് ലോൺ കിട്ടിയിട്ടില്ല. പിന്നെ വേറെ കുട്ടികൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് ലോൺ കിട്ടുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾ പഠിച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ല, പഠിക്കാനുള്ള പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങൾക്ക് ഈ അച്ഛന്മാർക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ല. അതുകൊണ്ട് കുട്ടികൾ ഞങ്ങളെ പഠിപ്പിച്ച് നന്നായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പഠിക്കാൻ വിട്ടായിരുന്നു. സങ്കടങ്ങളുടെ കഥകൾ പറയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സമൂഹമായി അട്ടപ്പാടിയിലെ ആദിവാസികൾ മാറിയിരിക്കുന്ന കാഴ്ച വളരെ ദയനീയമാണ്. നവജാത ശിശുക്കളുടെ മരണവും പോഷകാഹാരക്കുറവും രോഗവുമെല്ലാം വന്യമൃഗങ്ങളെപ്പോലെ തന്നെ ഇന്നവരുടെ ജീവിതത്തെ വേട്ടയാടുന്നുണ്ട്. ആദിവാസി ഊരുകളിലെ പോഷകാഹാരക്കുറവുകൾ പരിഹരിക്കുന്നതിന് പല പദ്ധതികളും ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. കുട്ടികൾക്കും അമ്മമാർക്കും ഗർഭിണികൾക്കുമെല്ലാം ഒരുപോലെ ഗുണകരമായി തീരുന്ന ഇത്തരം പദ്ധതികൾ എല്ലായിടത്തും ഒരേ കാര്യക്ഷമതയോടെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ NRC പദ്ധതി വന്നതുകൊണ്ട് കൗമാര പിള്ളേർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും പിന്നെ പ്രായം കൂടിയ അമ്മമാർക്കും അച്ഛന്മാർക്കും ആഹാരം വെച്ച് വിളമ്പാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നും നടന്നു പഠിക്കുന്ന കുട്ടികൾ 1 തൊട്ട് 5-6 വയസ്സ് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും കൂടി ഈ സംവിധാനം ചെയ്തു തരുവാണെങ്കിൽ നന്നായിരിക്കും. അട്ടപ്പാടിയിലെ ആദിവാസികൾ അനുഭവിക്കുന്നത് ആഹാരക്കുറവാണോ അതോ പോഷകാഹാരക്കുറവാണോ എന്ന കാര്യം ഇപ്പോഴും തർക്കത്തിലാണ്. 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം പോഷകാഹാരം ലഭിക്കാതെ വരുമ്പോൾ ഒരു വീട്ടിലെ 2 കുട്ടികൾ 2 തരത്തിൽ വേർതിരിക്കപ്പെടുന്നു എന്നത് വലിയ ന്യൂനതയാണ്. താരതമ്യേന ചെറിയ പ്രായവ്യത്യാസമുള്ള കുട്ടികൾ ആദിവാസി ഊരുകളിൽ ധാരാളമായുള്ളപ്പോൾ സാങ്കേതികമായ പിഴവുകൾ പോലും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മുൻകാഴ്ചകളില്ലാതെ ഒരു പദ്ധതിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന സത്യം വൈകിയെങ്കിലും നമ്മൾ വിസ്മരിച്ചുകൂടാ. ആദിവാസി സമൂഹങ്ങളെപ്പോലെ തന്നെ വളരെ കരുതലോടെ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന സൈലന്റ് വാലിയിലെ കന്യാവനങ്ങൾ ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ്. വംശനാശം നേരിടുന്ന നിരവധി സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഈ മഴക്കാടിൻ്റെ സ്വകാര്യതയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നിരവധി പദ്ധതികളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചരിത്രമാണ് ഈ കന്യാവനങ്ങൾക്ക് പറയുവാനുള്ളത്. സൈലന്റ് വാലിയിലേക്കുള്ള യാത്രയിൽ അത്തരം പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച ചെറിയ പാലങ്ങൾ മാറിപ്പോയ വിപത്തിൻ്റെ സൂചനാഫലകങ്ങളായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ശക്തമായ എതിർപ്പുകളോടെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ മുന്നിട്ടിറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ സ്വർഗീയ സൗന്ദര്യം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയേനെ. ശിരുവാണി ഡാം നിർമ്മാണത്തിനായി കുടിയൊഴിപ്പിച്ച മുഡുഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ വേദനയാണ് ശിങ്കംപാറ ഊര് പറയുക. വനത്തിനുള്ളിലൂടെ 5 കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം നമുക്ക് സങ്കടങ്ങളുടെ തുരുത്തുപോലെ കിടക്കുന്ന ശിങ്കംപാറ ഊരിലെത്താൻ. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഡാമിനു വേണ്ടി 9 കുടുംബങ്ങൾ മാത്രമുണ്ടായിരുന്ന അവരെ ആദ്യം കുടിയൊഴിപ്പിക്കുന്നത്. അന്ന് കൃഷിയും കിടപ്പാടവും നഷ്ടപ്പെട്ട അവർക്ക്
ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ പ്രതിഫലം ഓരോ കമ്പിളിയായിരുന്നു. പിന്നീട് 1979 24 കുടുംബങ്ങളായി വളർന്ന അവർക്ക് വീണ്ടും കൂടുമാറേണ്ടി വന്നു. വാഗ്ദാനങ്ങൾ മാത്രം കേട്ട് ശീലമായ ഇവർക്ക് അന്ന് സർക്കാർ നിശ്ചയിച്ച പ്രതിഫലം 50 രൂപ വീതമാണ്. അട്ടപ്പാടിയുടെ ഭാഗമായി കിടക്കുന്നതിനാൽ ഇവർക്ക് വോട്ട് ചെയ്യേണ്ടി വരുന്നത് ഷോളയൂരിലെ സ്ഥാനാർത്ഥികൾക്കാണ്. വോട്ട് ചെയ്യാനുള്ള സംവിധാനം തൊട്ടടുത്ത സർക്കാർ ഒരുക്കിക്കൊടുക്കുമെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സ്വന്തം ആവശ്യങ്ങൾക്ക് ഇപ്പോഴും അവർക്ക് 100 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ഒരു ജോലിക്കായാലും എന്തിനായാലും ജാതി സർട്ടിഫിക്കറ്റ്, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ആവശ്യമാണ്. ഇത് വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഇവിടുന്ന് സോളയൂർ പഞ്ചായത്തിനെ ആനകെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 90 കിലോമീറ്ററാണ്. 2 ദിവസം ഞങ്ങൾക്ക് വേണ്ടി വരുന്നു. പിന്നെ വില്ലേജ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ ടോട്ടൽ 100 കിലോമീറ്ററാണ് വരുന്നത്. ഇത് 2 ദിവസം മെനക്കേടാണ്. 2 ദിവസം ആവും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ. പോയ ദിവസം ആ സമയത്തിന് ചിലപ്പോൾ അവിടെ ഓഫീസർ ഉണ്ടായിന്ന് വരില്ല. പിന്നെ അവിടെ നിൽക്കണം. പിറ്റേ ദിവസം ഓഫീസർ വന്നെങ്കിൽ വന്നു, വന്നില്ലെങ്കിൽ ഇല്ല. ഇത്രയും ദുരിതമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദയവുണ്ടായി അധികൃതർ, ഗവൺമെൻറ് ഞങ്ങൾക്ക് ഈ പഞ്ചായത്തൊന്ന് മാറ്റി തച്ചമ്പാറ പഞ്ചായത്തിലേക്ക് ആക്കിയാൽ വളരെ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അട്ടപ്പാടിയുടെ വിദൂര ആദിവാസി കോളനിയായ ശിങ്കമ്പാറയിലുള്ളവർക്ക് ജനാധിപത്യ സമ്പ്രദായങ്ങളിൽ ഇപ്പോൾ വിശ്വാസമില്ല. മാറി മാറി വരുന്ന മുന്നണി ഭരണങ്ങളിൽ അവർക്ക് പ്രതീക്ഷയുമില്ല. പരമ്പരാഗത ശൈലിയിൽ കൃഷി ചെയ്യാനാവാതെ വേദനയോടെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ടെന്നാണ് പാലക്കാടിൻ്റെ കാഴ്ചകൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണവർഗം കാണാതെ പോകുന്ന നിരവധി കാഴ്ചകളിൽ ചിലത് മാത്രമാണിത്. നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന മഹാഭൂരിപക്ഷത്തിൻ്റെ ദുരിതങ്ങൾക്ക് അറുതി വരണമെങ്കിൽ നമുക്ക് വേണ്ടത് ഉറച്ച പ്രതിഷേധങ്ങളാണ്. നിരന്തരമായ സമരങ്ങളിൽ നമുക്ക് ശക്തിയായി മാറേണ്ട ഉറച്ച പ്രതിഷേധങ്ങൾ. കേരളത്തിൽ പുതിയ ചരിത്രം തുടങ്ങുകയായി. പരസ്പരം താങ്ങാകാനും തണലാകാനും നായാടി മുതൽ നമ്പൂതിരി വരെ കൈകോർക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര. നവകേരള നിർമ്മാണത്തിനായി നിങ്ങളും അണിചേരൂ ഞങ്ങളോടൊപ്പം.